നിർണായക LDF യോഗം ഇന്ന് ചേരാനിരിക്കെ PV അൻവർ MLA ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കി LDF കൺവീനർ TP രാമകൃഷ്ണൻ. PV അൻവറിന്റെ നിലപാടിനനുസരിച്ച് കേരള രാഷ്ട്രീയം മാറ്റാനാകില്ല എന്ന് 24 ആൻസർ പ്ലീസിൽ TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും എഴുതി നൽകട്ടെ എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ശശിന്റെ പേര് അദ്ദേഹം അവതരിപ്പിച്ച നൽകിയിട്ടുള്ള പരാതിയിലില്ല. ശശിയുടെ പരാതിയില്ല. പരാതിയിൽ ഉന്നയിച്ച പ്രശ്നമാണ് നമ്മളിപ്പോൾ അന്വേഷണ വിധേയമാക്കുന്നത്. P ശശിന്റെ പേരിൽ എന്താ ആരോപണം ഉണ്ടെന്നാണ് പറയുന്നത്? അൻവർ വളരെ ശക്തമായി പറഞ്ഞു. അൻവർ വാക്കാൽ പറഞ്ഞത് മാത്രം പോരാ. അൻവർ എഴുതി കൊടുത്ത രേഖാമൂലം സമർപ്പിച്ചിട്ടുള്ള ഒരു പരാതി ഗവൺമെന്റിന് മുമ്പിലുണ്ട്. അതിൽ ശശിന്റെ പേരില്ല. പിന്നെ ശശിന്റെ പേരിൽ ആരോപണം എന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനം? അൻവറിന് പ്രത്യേക ആരോപണം ഉണ്ടെങ്കിൽ അൻവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കല്ലോ. പിന്നെ എന്തിനാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു സംസ്ഥാന ഞാനല്ല അതിന് മറുപടി പറയേണ്ടത്, അതിന് അൻവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ല എന്നും അന്വേഷിച്ച് വ്യക്തത വരുത്തുമെന്നും ആൻസർ പ്ലേസിൽ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. അൻവർ ഇത്തരമൊരു നിലപാടെടുക്കുമ്പം ഏതെങ്കിലും തരത്തിൽ CPM-ന് എതിരായി അത് മാറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പാർട്ടിയുടെ നിലപാട് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നത്തിലുള്ള ഞങ്ങളെ കാഴ്ചപ്പാടും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളും നമുക്ക് വിശദീകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം എടുക്കേണ്ടുന്ന നിലപാട് അദ്ദേഹം തന്നെയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അത് വരട്ടെ. വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. EP ജയരാജൻ പാർട്ടി നേതൃത്വത്തിൽ തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എടുത്തെന്ന് വരും. അത് ആരുടെയും വ്യക്തിപരമായ നില നോക്കിയിട്ടല്ല, സംഘടനയ്ക്ക് സഹായകരമായ ചില നിലപാടുകൾ സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴെടുത്ത തീരുമാനത്തെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ തീരുമാനമെടുത്ത യോഗത്തിലും VP സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ സജീവ പ്രവർത്തനം സാധ്യമല്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൽ തുടരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തങ്ങ് തീർത്തു പോകും എന്ന് തന്നെയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ TP രാമകൃഷ്ണൻ എന്താണ് നിലപാട് വ്യക്തമാക്കുന്നത്? അതിൽ കൂടിക്കാഴ്ച വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അന്വേഷണം നടന്നതിന് ശേഷം പോരെ കാര്യങ്ങൾ എന്നുള്ളതാണ്. മറ്റൊന്ന്, ADGPക്കെതിരെ ഉയർന്നത് ആരോപണങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും നടപടി സർക്കാർ എടുത്തില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, P ശശിക്ക് ക്ലീൻ ചീറ്റാണ് LDF കൺവീനർ നൽകുന്നത്. P ശശിക്കെതിരെ പാർട്ടിയിൽ ഒരു പരാതിയുമില്ല. പരാതിയുടെ അടിസ്ഥാനം എന്താണ്? PV അൻവർ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പരാതിയിൽ എഴുതി നൽകണം. അതായത് വേണുഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആ പരാതിയുടെ കോപ്പി പാർട്ടി സെക്രട്ടറിക്ക് നൽകുന്നു. സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിക്കുന്നു. ആ പരാതിയിൽ PV അൻവർ P ശശിക്കെതിരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം TP രാമകൃഷ്ണൻ അടിവരയിട്ട് എൻഡോസ് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PV അൻവർ പറയുന്നത് പോലെ ആ നിലപാടിനനുസരിച്ച് രാഷ്ട്രീയം മാറ്റാൻ കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ ആരും കരുതേണ്ടതില്ല എന്നും അഭിമുഖത്തിന്റെ ആൻസർ പ്ലീസിന്റെ ഒരു വേളയിൽ കൃത്യമായി TP രാമകൃഷ്ണൻ പറഞ്ഞു പോവുകയാണ്. PV അൻവർ സ്വതന്ത്ര MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും രീതിയിൽ അത് CPM-ന് ഒരു ഭീഷണിയാകില്ല എന്നും കൃത്യമായി പറയുന്നു. ഒരർത്ഥത്തിൽ PV അൻവറിനെ തള്ളിയാണ് ഇടതുമുന്നണി കൺവീനർ പറയുന്നത്. പക്ഷേ TP രാമകൃഷ്ണന്റെ പതിവ് ശൈലി കടന്നാക്രമിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മയപ്പെടുത്തിയാണ് പറയുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വിഷയം EP ജയരാജൻ, അദ്ദേഹത്തിന്റെ മുൻഗാമിയായ LDF കൺവീനറെ മാറ്റിയ കാര്യത്തെക്കുറിച്ചാണ്. അതിൽ EP സജീവമായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടക്കണം. EP-യുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുകൂടി TP രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വ്യക്തിപരമായല്ല ഇത്തരത്തിലുള്ള പാർട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി EP എടുക്കരുത് എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് TP രാമകൃഷ്ണൻ വെക്കുന്നത്. ഏതായാലും ആൻസർ പ്ലീസിൽ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, വിവാദങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ മറുപടി പറയുന്നുണ്ട്. വേണു, ശരി. ദീപക് ധർമ്മടവുമായുള്ള TP രാമകൃഷ്ണന്റെ അഭിമുഖം പരിപാടി ആൻസർ പ്ലീസ് ഇന്ന് 12:30 24-ൽ കാണാം.